ആലപ്പുഴ ജില്ലയിൽ CPM പുകയുന്നു. എച്ച് സലാം MLAയുടെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. സഹകരണ ബാങ്ക് ക്രമക്കേടുകളെക്കുറിച്ചുള്ള നിയമസഭാ ചോദ്യം പിൻവലിച്ചെങ്കിലും അമ്പലപ്പുഴ MLA CPM നേതാവ് എച്ച് സലാം ചെയ്തത് വലിയ പിഴവെന്ന് വിലയിരുത്തി CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം രംഗത്ത് വന്നു. അതിനിടെ സലാമിനെ നടപടികളിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ മന്ത്രി സജി ചെറിയാൻ രംഗത്തുണ്ട് എന്നാണ് വിവരം. സലാമിന് അറിയാതെ സംഭവിച്ച പിഴവാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് ശ്രമം. സഹകരണ വകുപ്പിൻ്റെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഘങ്ങളും സ്ഥാപനങ്ങളും ഏതൊക്കെയാണെന്നായിരുന്നു ചോദ്യം. ഈ ബാങ്കുകളുടെ ജില്ല തിരിച്ചുള്ള പട്ടിക ഭരിക്കുന്ന പാർട്ടികളുടെ വിവരം സഹിതം നൽകാമോ എന്നും ചോദിച്ചിരുന്നു. ഈ ചോദ്യം ദുരുദ്ദേശത്തോടെ ആയിരുന്നില്ല. കോൺഗ്രസ് തട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങളെ കൂടി ചർച്ചയാക്കാനായിരുന്നു എച്ച് സലാമിൻ്റെ ഈ ചോദ്യമെന്നാണ് പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ സർക്കാരിന് പ്രതിസന്ധിയാകാതിരിക്കാൻ പിൻവലിച്ചു എന്നാണ് സലാമുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. എന്തായാലും ഈ സംഭവം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നക്ഷത്ര ചിഹ്നമിടാത്ത 793 നമ്പർ ചോദ്യത്തിന് മന്ത്രി VN വാസവനാണ് മറുപടി പറയേണ്ടിയിരുന്നത്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് വെബ്സൈറ്റിലാണ് മറുപടി ലഭ്യമാക്കുക. MLAമാർക്ക് നൽകുന്ന ബുക്ക്ലെറ്റിൽ ഇടം പിടിച്ച സലാമിൻ്റെ ചോദ്യം പക്ഷേ പിൻവലിച്ചതായിട്ടാണ് വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആലപ്പുഴയിൽ വിവാദമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സലാമിനെതിരെ നടപടി ഒഴിവാക്കി തുടർ ചർച്ച വേണ്ട എന്ന നിലപാടിൽ സജി ചെറിയാൻ എത്തുന്നത്. എന്നാൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ മറിച്ചുള്ള അഭിപ്രായത്തിലാണ്. കരുവന്നൂർ, കണ്ടല ഉൾപ്പെടെ ഇടതു ഭരണസമിതികളുടെ ക്രമക്കേടിൽ ED അന്വേഷണം നടക്കുമ്പോൾ ചോദ്യം പരിഗണിച്ചാൽ സർക്കാർ വെട്ടിലാകുമായിരുന്നു. സലാമിൻ്റെ ചോദ്യത്തിന് കരുവന്നൂരും കണ്ടലയും ഇല്ലാതെ പട്ടിക നൽകാൻ കഴിയുകയുമില്ല. രാഷ്ട്രീയ ബന്ധം പരാമർശിച്ചാൽ CPMൻ്റെയും CPIയുടെയും പേര് പറയേണ്ടി വരും. രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള പട്ടിക സൂക്ഷിക്കുന്നില്ല എന്ന് മറുപടി നൽകിയാൽ നേരത്തെ മന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പട്ടിക പ്രതിപക്ഷം ആയുധമാക്കും. ഇതെല്ലാം കണക്കിലെടുത്ത് ചോദ്യം പിൻവലിക്കാൻ സലാമിനോട് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് വിവരം. അസുഖബാധിതനായി വീട്ടിൽ വിശ്രമിക്കുന്ന എച്ച് സലാം ഇന്നലെ സഭയിലെത്തിയില്ല. ഈ സമ്മേളനകാലത്ത് സലാം തിരുവനന്തപുരത്ത് എത്താനുള്ള സാധ്യതയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ക്ഷോഭത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സലാമിനെ മുഖ്യമന്ത്രി ശാസിച്ചതായും സൂചനയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പ്രശ്നം തണുത്ത ശേഷം മാത്രം മുഖ്യമന്ത്രിയെ അബദ്ധം പറ്റിയതിൽ വിശദീകരണം ബോധിപ്പിക്കാനാണ് സലാമിൻ്റെ തീരുമാനം എന്നറിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴയിൽ CPMനെ കൂടുതൽ വെട്ടിലാക്കുന്ന ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നതിനെ സംസ്ഥാന നേതൃത്വവും ഗുണകരമായി കാണുന്നില്ല. ഇത് കാരണം സലാമിനെതിരെ നടപടികൾ ഉണ്ടാകില്ല എന്ന വിലയിരുത്തലും ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ചോദ്യം എങ്ങനെയാണ് ചോദിച്ചത് എന്നതിൽ CPM നേതൃത്വം സലാമിനോട് വിശദീകരണം തേടുമെന്നും സൂചനയുണ്ട്. പാർട്ടിയും സംഭവം അന്വേഷിക്കും. സഹകരണ സംഘങ്ങളുടെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും ഏതൊക്കെയാണ് എന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകിയിരുന്നെങ്കിൽ പാർട്ടിയും സർക്കാരും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിയേനെ. ഇത് തീർത്തും കരുവന്നൂർ അന്വേഷണ ഘട്ടത്തിൽ CPMന് വെല്ലുവിളിയാകും എന്ന സൂചനയുമുണ്ട്. CPMന് എതിരെയും മറുപടി നൽകേണ്ടതുള്ളതുകൊണ്ട് ഇത് കൂടുതൽ ഗൗരവത്തോടെ ഈ ചോദ്യങ്ങളെ സർക്കാർ കാണുന്നു എന്ന് അറിയുന്നു. 10 ദിവസം മുൻപ് MLA കൊടുത്ത ചോദ്യം നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. മറുപടി തയ്യാറാക്കി സഹകരണ വകുപ്പിൽ നിന്ന് മന്ത്രി VN വാസവൻ ഫയൽ ലഭ്യമാക്കിയപ്പോഴാണ് ചോദ്യത്തിൻ്റെ അപകടം മനസ്സിലായത്. കരുവന്നൂർ, കണ്ടല ഉൾപ്പെടെ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടത്തിയത് എന്ന ലിസ്റ്റ് പുറത്തു വന്നാലുള്ള ഭവിഷ്യത്ത് മനസ്സിലാക്കിയ വാസവൻ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ചോദ്യം അടിയന്തരമായി പിൻവലിക്കാൻ സലാമിനോട് മുഖ്യമന്ത്രി തന്നെയാണ് നിർദ്ദേശം നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ. തുടർന്ന് ചോദ്യം പിൻവലിക്കണമെന്ന സലാമിൻ്റെ ഓൺലൈൻ അപേക്ഷ നിയമസഭാ സെക്രട്ടറിക്ക് ലഭിച്ചു. തുടർന്ന് വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം നീക്കിയെങ്കിലും അച്ചടിച്ചു വന്ന ചോദ്യങ്ങളുടെ ബുക്ക്ലെറ്റിൽ സലാമിൻ്റെ വിവാദ ചോദ്യം ഇടം നേടി. ഇതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് CPM വിലയിരുത്തൽ. ആലപ്പുഴയിലെ CPM രാഷ്ട്രീയം വിഭാഗീയതകളിലൂടെയാണ് കടന്നുപോകുന്നത്. അമ്പലപ്പുഴയിൽ കഴിഞ്ഞ തവണ G സുധാകരനായിരുന്നു MLA. സുധാകരനെ തഴഞ്ഞാണ് സലാമിനെ സ്ഥാനാർത്ഥിയാക്കിയത്. മന്ത്രി സജി ചെറിയാൻ്റെ വിശ്വസ്തനായിട്ടാണ് സലാം അറിയപ്പെടുന്നത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസറുമായും അകന്നു നിൽക്കുന്ന നേതാവാണ് നിലവിൽ സലാം. പാർട്ടിക്കുള്ളിൽ സലാമിന് താക്കീത് ലഭിക്കാനും സാധ്യതയുണ്ട്.